ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാംസൊക്കെ? ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ എന്താണ് നീറ്റ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വന്ന് സെറ്റിലായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. അവൾക്ക് പൊതുവേ ഫിസിക്സ് അത്യാവശ്യം നല്ല ടഫായിരുന്നു. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് കുറേ പോർഷൻസ് കട്ടായിട്ട് പോലും, അതായത് അത്യാവശ്യം നമ്മൾ കുറച്ച് പഠിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ചാപ്റ്റേഴ്സ് ഇപ്രാവശ്യം നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും എക്സാം അത്ര ടഫായിരുന്നില്ല. ഒരു ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കെമിസ്ട്രിയുടെ. ബയോളജി അതുപോലെ തന്നെ ഒരു ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രിയും മെജോറിറ്റി ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പിന്നെ ചിലത് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. അപ്പോൾ നാളെ പറ്റുവാണെങ്കിൽ ഞാൻ അവളെയും കൂടി ഇരുത്തി ഒരു റിവ്യൂ പറയാം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്കറിയാം, ഇപ്പം ഭൂരിഭാഗം പേരും കുറച്ച് പേര് ആൻസർ കീ നോക്കിയിട്ടുണ്ടാവും, ബാക്കി കുറച്ച് പേര് പേടിച്ചിട്ട് ആൻസർ കീ നോക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരമാവധി നിങ്ങൾ ഒരിത്തിരി കോൺഫിഡൻസ് എടുത്താൽ ആൻസർ കീ അങ്ങ് നോക്കടാ, അതാകുമ്പോൾ എല്ലാം ഇന്നത്തോടെ അങ്ങ് തീരുമല്ലോ. എൻ്റെ അനിയത്തി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ആൻസർ കീ നോക്കാൻ പേടിയാണെന്നൊക്കെ. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തോടെ അങ്ങ് തീരുമല്ലോ. അപ്പം എല്ലാവരും എന്ത് പറയുന്നടാ? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ടാറ്റാ.